നമ്മുടെ പരീക്ഷണമാണ് ബോളി. അപ്പോൾ അതാ കടലമാവ് കുഴച്ച് വെച്ചു, മൈദ കുഴച്ച് വെച്ചു, കുറച്ച് പഞ്ചസാര മധുരത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ദൈവയുടെ തന്നെ ഒരു ചെറിയ സാധനം പാൽപ്പായസം ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യെ ഇതാവുന്ന സമയത്തേക്ക് നമുക്ക് ബോളിയാക്കി എടുക്കാം. നന്നായിട്ട് ഇളക്കിക്കോ. കുറച്ച് മൈദപ്പൊടി എടുത്തു. പിന്നെ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്തു. ഓക്കെ, എണ്ണം കുറവായതുകൊണ്ടാണ് കുറച്ച് ഞാൻ മാറ്റുന്നത്, ബാലൻസ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ടു. അങ്ങനെ ആക്കി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ ഉണ്ട എടുക്കുക, കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ഉണ്ട വെക്കുക. എന്നിട്ട് വേണം അത് പരത്താൻ. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്തിട്ട് പരത്തണം കേട്ടോ. ഓക്കെ, നമ്മളെല്ലാം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഒരു 16 ബോൾസ് ആക്കി. ഇനി ഞാൻ ഈ ചപ്പാത്തി മേക്കറിൽ വെച്ചിട്ട് ഈ സാധനം പരത്തിയെടുക്കാൻ പോവാണ്. സാധാ രീതിയിലും പരത്തിയെടുക്കാം, പക്ഷേ എളുപ്പത്തിന് ഞാൻ ഇതിട്ടാട്ടോ വയ്ക്കാൻ പോണേ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഇതിൽ വയ്ക്കണം. എണ്ണയോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് തൽക്കാലം ഇപ്പം ഞാൻ കുറച്ച് എണ്ണ വയ്ക്കാം. എന്നിട്ട് ചൂടാക്കുന്ന സമയത്ത് നെയ്യ് തൊട്ട് കൊടുക്കാം. നോക്കട്ടെ, ശരിയാവും നോക്കട്ടെ. ഓക്കെ, ഒരെണ്ണം ഞാൻ എടുത്തു. ഒന്നുകൂടി ഇത് ബോളാക്കി നല്ല നൈസായിട്ട് പരത്തിയെടുക്കണേ. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഒരു സൈഡിലും കൂടി മൈദ ആയതുകൊണ്ടാട്ടോ നമ്മൾ ഇത്ര എണ്ണ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒട്ടിപ്പിടിക്കും, പറഞ്ഞു വരാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വയ്ക്കാം. ഓക്കെ, അതിൽ വന്നിട്ടുണ്ട്. യെസ്, ഒരുവിധം കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ എല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ അടുത്ത സെറ്റ് നല്ല റൗണ്ടിൽ പരത്തി വെച്ചിരിക്കുന്ന സാധനം. ആദ്യം കുറച്ച് ഫ്ലോപ്പായി പോയി. ഇതുണ്ടോ, ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ തൂത്ത് കൊടുക്കണേ ഉള്ളൂ. നെയ്യ് കുറച്ച് മതി കേട്ടോ. മറ്റേത് എണ്ണ ഇച്ചിരി തേച്ചിട്ട് മറ്റേ ഏതാ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇച്ചിരി തേക്കുക. വെളിച്ചെണ്ണ എടുക്കരുത്, എനിക്ക് ടേസ്റ്റ് വരും. സൺഫ്ലവർ ഓയിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് തിരിച്ച് മുറിച്ചിടുമ്പോൾ നെയ്യ് ഇതാക്കുക. ഇത് ഫസ്റ്റ് ആയതാണ്. എരി കരണ്ട പോലെ ഇരിക്കുന്നത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ്, പേടിക്കേണ്ട. ഇതിൻ്റെ കൂടെ പാൽപ്പായസം കൂടി ഇട്ടിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം.